ഹായ് ഗായ്സ്. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബുക്ക് റിവ്യൂവിനെ പറ്റിയിട്ടാണ്. ഞാൻ ആക്ച്വലി ബുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യണ ഒരു ബുക്ക് കൈൻഡ് പേഴ്സൺ ഒന്നുമല്ല, ടു ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. പക്ഷേ ഞാൻ ഈ അടുത്ത് ഒരു ബുക്ക് റാൻഡമായിട്ട് വാങ്ങിക്കാനിടയായി, അത് വായിക്കാനും ഇടയായി. പക്ഷേ ഓൾവേസ് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു ഡു എപ്പിക് ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്കുർ വാരിക്കോ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. പക്ഷെ അങ്കുർ എന്നാണ് അയാളുടെ പേര്. ആ ബുക്ക് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൺഫെസ് ചെയ്യേണ്ടി വരും. ഇസ് ദാറ്റ് ഞാൻ ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിന് ശേഷം ടു ദ എന്താ പറയുക ഒരു വൺ ടൈം അല്ല, ഒരു ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കണ ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ഇതായിരിക്കും. കാരണം എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൂപ്പർ ബുക്കാണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. വേണമെന്നുള്ളവർ ആ ബുക്ക് വാങ്ങിച്ചോ. അതല്ലെങ്കിൽ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ പറയണം തോന്നി. ബിക്കോസ് അതിൽ പറയുന്ന നോളജസ്, അയാൾ ഷെയർ ചെയ്യുന്ന തോട്ട്സ്, ആളുടെ മിസ്റ്റേക്സ് ഒക്കെ വേർത്ത് ഷെയറിങ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളായിട്ട് അതിന് ഭയങ്കര റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കുറേ പേര് ഇത്തരം നോളജ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് ഡെയിലി ബേസിസോ അല്ലാതെയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമാണെന്ന് തോന്നി. സോ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോടും എനിക്കിത് പറയണമെന്നുണ്ട്. അപ്പോൾ വിചാരിക്കാം ഇത് നേരിട്ട് പറഞ്ഞാൽ മതിയില്ലേ എന്നൊക്കെ. ബട്ട് അതെ, നേരിട്ട് പറയാം. പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങനെ യൂട്യൂബ് കോണ്ടൻറ് ക്രിയേഷൻ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ let's get into that.